ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. തുടർച്ചയായി 18 വർഷവും വിദ്യാർത്ഥികൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്ത് അധ്യാപകൻ. റംസാൻ കാരുണ്യത്തിന്റെ ദിനങ്ങളാണെന്നും നിത്യധനം ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണെന്നും കൗൺസിലറും കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ കൂടിയായ ടി.കെ. അഷ്റഫ് പറഞ്ഞു. അധ്യാപകനായിട്ടുള്ള സുബൈർ അരൂക്കുറ്റി നൽകിയ റംസാൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ മാധ്യമപ്രവർത്തകൻ കെ.ബി. സലാം അധ്യക്ഷത വഹിച്ചു. സാന്റാക്രൂസ് എൽ.പി. സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്കൂൾ പ്രധാനാധ്യാപിക ആനി സബീന ബിന്ദു റംസാൻ സന്ദേശം നൽകി. സാന്റാക്രൂസ് എൽ.പി. സ്കൂൾ അറബി റിട്ടയർഡ് അധ്യാപകനായ പി.എം. സുബൈർ അരൂക്കുറ്റി 18 വർഷമായി വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന റംസാൻ കിറ്റ് വിതരണമാണ് നടന്നത്. കൽവത്തി കൗൺസിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മട്ടാഞ്ചേരി സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് റംസാൻ കിറ്റ് വിതരണം ചെയ്തത്. കഴിഞ്ഞ അധ്യയന വർഷം 1017 കുട്ടികളെ പല രീതിയിലും ഇദ്ദേഹം സഹായിച്ചിരുന്നു. ഈ അധ്യയന വർഷത്തെ കാരുണ്യ പ്രവർത്തനത്തിന്റെ തുടക്കമാണ് നടന്നത്. പഠനോപകരണം, ലൈബ്രറി പുസ്തകം, സ്കൂളുകളിലേക്ക് ന്യൂസ് പേപ്പർ, മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ, സ്പോർട്സ് ഐറ്റം, മരുന്ന്, ഭക്ഷണ കിറ്റുകൾ, വസ്ത്രങ്ങൾ എന്നിവയാണ് വിദ്യാർത്ഥികൾക്കായി നൽകി വരുന്നത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പച്ചക്കറി വിത്തുകൾ, ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു വരുന്നുണ്ട്. സുമനസുകളുടെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. PTA പ്രസിഡന്റ് അഹമ്മദ് ഖാൻ, സാമൂഹ്യ പ്രവർത്തകൻ സുജിത് എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഈ റംസാൻ കിറ്റ് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ധാരാളം സഹോദരന്മാർ എന്നോടൊപ്പമുണ്ട്. നാട്ടിലെ എൻ്റെ കുടുംബം, അതുപോലെ തന്നെ മറ്റു ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലീൻ അരൂക്കുറ്റി ഫൗണ്ടേഷനുണ്ട്. ആ ഫൗണ്ടേഷൻ വഴി ഏകദേശം 500-ൽ മേൽ രോഗികൾക്ക് നിരന്തരം മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട്. അതിൽ ഇവിടെയുമുണ്ട്, ഈ കൊച്ചിയിലെ 2-3 രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പഠനോപകരണം, കൂടാതെ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക്, മത്സരത്തിൽ പങ്കെടുത്ത വിജയിച്ച കുട്ടികൾക്കല്ല, സ്റ്റേജിൽ കയറിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതിയും ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ പത്രങ്ങൾ, ധാരാളം പത്രങ്ങൾ ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടക്കും അല്ലേ? ഇത്തവണ അത് കാണാതായപ്പോൾ ഞാൻ സുബൈർ മാഷിനെ വിളിച്ചു. മാഷ് എന്താണ് ഇത്തവണ സ്കൂളിൻ്റെ പരിപാടികളൊന്നുമില്ല, കുട്ടികൾക്കുള്ള കിറ്റ് വിതരണമൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു ഞാനിവിടെ മദ്രസയുടെ ഓട്ടത്തിലാണ്, പിന്നെ അത് മാത്രമല്ല അങ്ങോട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പക്ഷേ ഒരിക്കലും നമ്മൾ ആ കുറച്ച് ആളുകൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാ വർഷവും കൊടുക്കുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, മാഷിൻ്റെ കയ്യിൽ നിന്ന് ഈ കിറ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ള ആളുകളെ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്ന് പറയുകയാണ്. പക്ഷേ അത് പരിശോധിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ക്ലീൻ അരൂക്കുറ്റി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം അറബി അധ്യാപകരുടെ പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സിലും സാന്റാക്രൂസിലും ഒക്കെ അറബി അധ്യാപകർക്ക് തന്നെ പോസ്റ്റ് വന്നത്. അപ്പോൾ അത്തരം രീതിയിലായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ നമ്മുടെ അരൂരിൽ നിന്ന് ഇവിടെ വന്ന് അദ്ദേഹമുള്ള അറബി അധ്യാപകനായിരുന്നു. പക്ഷേ അയാൾ അധ്യാപകൻ തന്നെ പിള്ളേരെ പഠിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനം, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതി സ്നേഹി. അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടനവധി പരവൃക്ഷങ്ങൾ നൽകുകയും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ പച്ചപ്പുണ്ടാക്കുകയും ചെയ്ത് വിവാഹത്തിൽ തുടങ്ങിയത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ആലോചിച്ചെന്നൊക്കെ കിറ്റ് വിതരണമൊന്നുമില്ലേ. അപ്പോൾ ഇന്നലെയാണ് നമ്മളത് കൺഫേം ആക്കിയത്. ഇന്നലെ രാവിലെയാണ് നമുക്ക് എന്തായാലും കൊടുക്കാം. കൂടുതൽ നമ്മൾ ഈ പ്രാവശ്യം അരൂരാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൊച്ചിയിലുള്ള ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നലെ രാവിലെയാണ് അടുത്ത സ്കൂളുകളിലേക്ക്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.